ബില്ലുനെ കണ്ടോടാ? ബില്ലു, എന്താ ഇയാൾക്ക് പറ്റിയത്? വെടികൊണ്ട് വന്നിയെ പോലെ ഓടുന്നല്ലോ. ബില്ലു, ബില്ലു, ബില്ലു ചിദംബരത്തിന് ഫോൺ ചെയ്തു. ചിദംബരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ബില്ലു ഇവിടെ മുഖത്തേട്ടാ. ബില്ലു ചിദംബരത്തെ കാണാൻ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ആ ബില്ലു ചിദംബരത്തെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു. റിയൽ എസ്റ്റേറ്റ്, ഗ്രാനൈറ്റ്, ക്വാറി, കൊട്ടേഷൻ, ബാംഗ്ലൂരിൽ വന്ന് സമ്പാദിച്ച് വലിയ ആളായി. എതിർക്കാൻ നോക്കണ്ട, എതിർത്താ പോയത് തന്നെ. ബില്ലു കണ്ടില്ലേ, KA രജിസ്ട്രേഷനാണ്. എല്ലാം അവന്റെ ആൾക്കാരാ. ബില്ലു കണ്ടിട്ട് ഇവന്മാരെ ഭയങ്കര റൗഡിയെ പോലെ ഉണ്ടല്ലോ. ബില്ലു ആരോ? ഞാന് ഹലോ. ഹലോ, ഞാൻ ചിദംബരമാ സംസാരിക്കുന്നത്. ആ പറഞ്ഞോ സാറേ. എന്താടാ, പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നോടാ? എല്ലാം നിന്റെ കളിയാണല്ലേ? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. നീ പഴയതെല്ലാം മറന്നോ? ഇല്ല സാർ, ഒന്നും മറന്നിട്ടില്ല. നിന്റെ നില ഞാൻ മനസ്സിലാക്കാതെ എന്റെ മോളെ ഞാൻ നിന്റെ വീട്ടിലേക്ക് അയച്ചില്ല. അത് എന്റെ തെറ്റ്. ക്ഷമിക്കണം സാർ, അറിയാതെന്തോ സംഭവിച്ചു. ബാംഗ്ലൂർക്ക് 11 മണിക്ക് ഫ്ലൈറ്റ്. സൂസിയോട് റെഡിയായിരിക്കാൻ പറ. ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോക്കോളാം. വേറെ എന്താ? വരട്ടെ. ചേട്ടാ തട്ടിയേക്കട്ടെ? ഇപ്പൊ വേണ്ട. ഞാൻ സൂസിയും കൊണ്ട് ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം. നമസ്കാരം സാർ. എന്താടാ, ആളാകെ മാറിയല്ലോ. ബാംഗ്ലൂരിലായിരുന്നത് പോലെ അല്ലല്ലോ. ഇല്ല സാർ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെയാണോ? എങ്കിൽ ശരി. വരൂ സാർ, അകത്തോട്ട് പോ. വരൂ. എന്തുണ്ട്, സുഖമാണോ? സൂസി എവിടെ? ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഡാ, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഗുഡ്. ജോലിയൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല സാർ. ഏതു സമയം ജോലി എന്ന് പറഞ്ഞിരിക്കാതെ കുടുംബത്തിന്റെ കാര്യം കൂടി ഓർത്തോണം. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഭാര്യയ്ക്കും അവരും ആരുമില്ലാതാകും. വാടി, നമുക്ക് പോകാം. സുമതി, കുഞ്ഞിനെ കൊണ്ട് ബാംഗ്ലൂർക്ക് വരണം. 2 ദിവസം താമസിക്കണം. എന്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് നിന്നെ കാണണമെന്ന് ഒരുപാട് തവണ പറഞ്ഞിരുന്നു. അവളെല്ലാരെയും വിട്ടുപോയി. നീ ഉണ്ടല്ലോ, വാടാ ബാംഗ്ലൂരിലേക്ക്. അച്ഛാ, ഫ്രണ്ട്സിന്റെ അടുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരാം. പോയിട്ട് വരൂ. ഇത്രയും കൂട്ടായിരുന്നിട്ട് പറയാതെ പോയാൽ എങ്ങനെയാ? പോയി പറഞ്ഞിട്ട് വാ. എടാ വീടല്ല ബില്ലു, ഇങ്ങ് വന്നേ. പറഞ്ഞോളൂ. നീ മുകുന്ദേട്ടന് മാത്രമേ വീട് കൊടുക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും തരില്ല അല്ലേ? അല്ല ബില്ലു, ഇത് 420 പവർ കൂടുതലാ. ഇത് തിന്നാൽ അങ്ങ് കിറിഞ്ഞു. ഒന്ന് തന്നോടല്ലോ. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ?
എന്താ പ്രശ്നം ബില്ലു? വിഷമം. ആ ആ എന്താ സുസി, നീ ഇനിയും പോയില്ലേ? വേഗം വിട്ടോ. ബായ്. എന്താ ബില്ലു, നിനക്ക് കുറച്ചു പോലും ടെൻഷനില്ലേ? എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നീ വിഷമിക്കല്ലേ? നിനക്ക് 420 വേണോ? ബീടാ. ബില്ലു പ്ലീസ്. ദേ സുസി, എന്താ എന്നെ വിശ്വാസമാണല്ലോ നിനക്ക്? ചെല്ല്, നിന്റെ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പൊക്കോ. എയർപോർട്ടിലോട്ട് പോകണം. വേഗം പോകും, സമയമായി. വണ്ടിയെ നിർത്തിക്കേ. നിർത്ത്. ഏതാടാ ഈ കളവൻ? മാധവേട്ടൻ, ബില്ലുവിൻ്റെ അച്ഛനാ. നമസ്കാരം. എന്താ സുഖമാണല്ലോ അല്ലേ? എന്താ എൻ്റെ മോനും നിങ്ങളുടെ മകളും തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലായിപ്പോ. ഞാൻ ഈ വിഷയം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാ. നമ്മൾ വേണമല്ലേ ഈ കല്യാണം നടത്തി. ആരോടാ നീ? എന്താ പറഞ്ഞേ? ഒരു വയസ്സനായോണ്ട് വെറുതെ വിടുക, അല്ലെങ്കിൽ അടിച്ച് കൊന്നനെ. അതൊക്കെ പിന്നത്തെ കാര്യം. പിള്ളേരുടെ കാര്യമായതുകൊണ്ട് നമുക്ക് ചിന്തിച്ചൊരു തീരുമാനമുണ്ട്. ആര് ചിന്തിക്കണമെന്നാ നീ പറയുന്നേ? ഞാൻ ചിന്തിക്കണമെന്നാണോ പറയുന്നേ? ആണോ? എടാ, ആരെ എതിർക്കാൻ നോക്കുന്നേ? ബാംഗ്ലൂരിലേക്ക് ബോഡി പാർസൽ അയക്കും. ദേ മാറി നിക്ക്. എടാ, അച്ഛൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇവൻ മാധവൻ ചേട്ടന്റെ മേലെ കൈവച്ചത്. ഇവനെ വിടരുത്. ഏയ് ബില്ലു, ഇത് പിള്ളേർ കളിക്കുന്ന കളിയല്ല. അവരോടൊക്കെ പിരിഞ്ഞു പോകാൻ പറ. പോക്കോ. വിട്ടോ. വേഗം നടക്കാൻ പറഞ്ഞില്ലേ? ഇത് വീട്ടിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമാ. റോഡിൽ വെച്ച് സംസാരിച്ചാൽ നാണക്കേട് നമുക്കാ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൂ. ഞാനും ഭാര്യയും വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിച്ചോളാം. വരട്ടെ. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദന ചേരുള്ള സാർ, നമുക്ക് വീട്ടിലോട്ട് പോയാലോ? എന്താടാ ഇവിടെ നടക്കുന്നേ? ഈ നാട്ടിൽ മുകുന്ദേട്ടനെ എതിർത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിയാതെ സൂസി മാത്രമല്ല, സാറിന് പോലും ഇവിടം വിട്ടു പോകാൻ കഴിയില്ല. ഇവന്മാരനെ എന്നാവലത്തൂന്നാ പറയുന്നേ? ഈ ചിദംബരൻ ആരെന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ. ചേട്ടാ, എയർപോർട്ടിലോട്ട് വന്നോണ്ടിരിക്കുക. ഒന്നും എന്നോട് പറയണ്ട. ഞാൻ പറയുന്നതനുസരിക്ക്. എന്നെ നാണം കെടുത്തിയടാ. അവർക്ക് ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ലോറി നമ്മുടെ ആൾക്കാരെ വേഗം കൊണ്ടുവരണം. ഒരുത്തന്മാർക്ക് പോലും ഒരു സകലം ജീവൻ ബാക്കിയുണ്ടാകരുത്. പുലരുമ്പോൾ ഈ നാട് ചാമ്പലായിരിക്കണം. ചേട്ടാ, നാളെ നേരം പുലരുമ്പോ ആ സ്ഥലം ഉണ്ടാവില്ല. സാർ, രാത്രി കഴിക്കാൻ എന്താടാ നിന്റെ ഫോണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നേ? നീ എന്ത് ചരക്കാടാ? ചേട്ടാ, അവര് വളരെ ഡേഞ്ചറായ ആൾക്കാരാ. 4 ലോറിയല്ലേ ഞാൻ ആൾക്കാരെ കൊണ്ടുവന്നത്. എല്ലാത്തിനും തല്ലി ചതി ചേട്ടാ. പോടാ. ആരാ എവിടുന്നാ വന്ന് അടിച്ചത് പോലും അറിയില്ല ചേട്ടാ. ആസിഡ് ഒഴിച്ചോ മുളകൊടി ഇട്ടോന്ന് പോലും അറിയില്ല. നീറ്റിൽ സഹിക്കാതെ എല്ലാരും കിടന്ന് നിലവിളിക്കുകയാണ്.
നമ്മൾ ഇതുവരെ എത്രയോ പേരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല ചേട്ടാ. അവര് വളരെ മോശമായ ആൾക്കാരാ. എനിക്ക് ഇപ്പോഴാണ് ഒന്ന് ബോധം വീണത്. നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് അടിച്ചിട്ട് ഞങ്ങളെ അവർ തന്നെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. എന്താണ് ചെയ്യേണ്ടത് ചേട്ടാ? സാറേ നമസ്കാരം. സാറിന്റെ ആളുകൾ ഓടുന്ന കൂട്ടത്തി ഇട്ടിട്ട് പോയതാ. എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് നോക്കണം. വരട്ടെ സാർ. വരട്ടെ. എന്നാ പോയേക്കുവാ.